നാരായണ ഗുരുവിന് ദൈവമാക്കി. ആരാണ് ആക്കിയത്? ഡോക്ടർ പൽപ്പും കുമാരനാശാനും കൂടി ക്രിയേറ്റ് ചെയ്ത് കളിയിലേക്ക് കൊണ്ടുവന്നു. അവസാനം ഞാനിവിടെ ആഹ്വാന പൂജയ്ക്ക് വരുമ്പോൾ പറയാറുണ്ട്, കാലം കഴിയുമ്പോൾ ഇപ്പം നാരായണ ഗുരുവിൻ്റെ പല്ല് കിട്ടി. എവിടെ നിന്നാണ് കിട്ടിയത്? ബോംബെ നിന്നാണ് കിട്ടിയത്. ആൾ ഇതുവരെ ബോംബെ പോയിട്ടില്ല, പക്ഷേ ബോംബെയിലെ ഡോക്ടർക്ക് പല്ല് കിട്ടി. അപ്പോൾ പിന്നെ അതേപോലെ മുടി കിട്ടി. ആ കാലഘട്ടത്തിൽ മുടി ആരെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടോ? അപ്പോൾ മുടി തിരുകേശം അത് ഇത്. അപ്പോൾ ഞാൻ അന്നൊക്കെ ഇരുന്ന് പറയും, ഇനി കോണകം കിട്ടും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വടിയും ചെരുപ്പൊക്കെ അവിടെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് കൂടാതെ ഇനി തീട്ടക്കച്ചവടം ആരംഭിക്കുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ കണ്ടില്ലേ, ഞാനല്ല വീഡിയോ കൊണ്ടുവന്നിട്ട് കേട്ടോ. ഇപ്പോൾ പലർക്കും കരുതുന്നത് ഞാനായിട്ടാണ് തീട്ടക്കഥ, അവരായിട്ട് കൊണ്ടുവന്നാ. ഇപ്പം അവർ നേതാക്കന്മാർ പറയുന്നു ഏതോ ഒരുത്തിന് വെളിവില്ലാണ്ട് ചെയ്തു. വെളിവില്ലാണ്ട് ചെയ്താണോ? കാരണം ഈ കച്ചവടം നല്ല വിജയമാണ്. പല്ലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പല്ലുള്ളൂ, ഈ പല്ല് കാണാനേ പറ്റുള്ളൂ. കച്ചവടം ചെയ്യാൻ പറ്റുമോ? ഇതാവുമ്പോൾ ഭയങ്കര ബുദ്ധിയാണ്. നിങ്ങൾ എന്നെ ആലോചിക്കുക, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മഞ്ഞപ്പടകൾ ധൈര്യമായിട്ടത് കാണണം. അല്ലാതെ എന്നെ തെറിവിളിക്കാൻ വേണ്ട, ഞാൻ നിങ്ങളെ രക്ഷിക്കുകയാണ്. കാരണം ഇപ്പം ഞാൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ പൂജാമുറിയിൽ നിങ്ങൾ തീട്ടം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും ഇല്ലേ? അതേപോലെ നിങ്ങൾ നിത്യം കുറി തൊടാൻ ഉപയോഗിക്കും. കാരണം എന്താ? ഇത് അമൃതാണ്. ഈ സംഭവം തൊട്ടിട്ട് പോകണ എല്ലാ കാര്യവും ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞു, നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങളുടെ കാര്യം സാധിക്കും. അതിൻ്റെ കാരണം നിങ്ങളൊരു ഓഫീസിൽ ചെന്നു ഇല്ലേ? ഓഫീസിൽ ചെന്ന സമയത്ത് നാറിയിട്ട് പാടില്ല. അപ്പം അവരെന്ത് കരുതും? ഈ ബാധേനെ വേഗം ഒഴിവാക്കി വിടാം. ഇനിയിപ്പോൾ നാളത്തേക്ക് വീണ്ടും വന്നാലോ? നാളെ സഹിക്കണ്ടേ? അതുകൊണ്ട് അവർ എന്തായാലും ഈ കുറി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒന്ന് മഞ്ഞ മഞ്ഞായിരിക്കും, പിന്നെ കുറി കാണേണ്ട കാര്യമില്ല, അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ നാറ്റം വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു നിലവാരത്തിലേക്ക് തകർന്നടിഞ്ഞ് ഒരു വലിയ സമൂഹം പോകാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഈശ്വരൻ എന്നെ നിയോഗിച്ചാണ്. ഇത് ആരെങ്കിലും എഴുതി കൊടുത്തിട്ട് വേണം ഇവനൊക്കെ വായിക്കണമെന്നുണ്ടെങ്കിൽ. കള്ളുകച്ചവടമാണല്ലോ. ഇത് തന്നെ ഇവർ പറയുന്നുണ്ട്, നാരായണ ഗുരുവിൻ്റെ തത്വങ്ങൾ അവർ അംഗീകരിക്കുന്നു. കാരണം ദേവീ ദേവക്ഷേത്രങ്ങൾ അരുത്, അതുകൊണ്ട് ഞങ്ങളത് പാലിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആൾ പറഞ്ഞില്ലേ, ചെത്തരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ മുഴുവൻ ഇത് തന്നെയല്ലേ പണി. ചെത്തരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഞാനാണെങ്കിൽ കള്ളു കുടിക്കില്ല, കള്ളു കച്ചവടം ചെയ്തിട്ടില്ല. അപ്പം ശരിക്കും ഇവരിത് ചെയ്യാൻ പാടുണ്ടോ? നിങ്ങൾ തന്നെ ആലോചിക്കുകയെ. അപ്പോൾ അവർക്ക് വേണ്ടത് അവരെടുക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ആൾ പറഞ്ഞിട്ടുണ്ട്, മത്സ്യമാംസ മദ്യ മദിരാക്ഷി വർജന. മത്സ്യവും മാംസവും മദ്യവും മദിരാക്ഷി. മദിരാക്ഷി എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീകൾ ഉപയോഗിക്കരുത്. അപ്പോൾ പിന്നെ ഇവരിതെല്ലാം ഉപയോഗിക്കല്ലേ? അപ്പോൾ തത്വങ്ങൾ പാലിക്കുകയും ചെയ്യുകയും വേണം, എന്നാൽ ഞങ്ങൾക്ക് അനുസരിക്കാനും പറ്റില്ല. അപ്പോൾ നിങ്ങൾ തന്നെ തിരിച്ചറിയുക. അപ്പോൾ കാലം കഴിയുമ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെ തീട്ടക്കുറി നിങ്ങൾ വരയ്ക്കാതിരിക്കാനും അതേപോലെ തീട്ടം സ്റ്റോക്ക് പിടിക്കാതിരിക്കാനും വേണ്ടി ഈ വീഡിയോ ഞമ്മണി കുട്ടിക്കും അതോടൊപ്പം തന്നെ ശശി അണ്ണനും സമർപ്പിക്കുകയാണ്. ഇനി സമുദായത്തിലുള്ള ഒരാളെയാണ് ദൈവമായിട്ട് അംഗീകരിക്കുന്നതെങ്കിൽ, നാരായണഗുരു ഈഴവാത്തി സമുദായത്തിലാണ് ജനിച്ചത്. ഈഴവ സമുദായം